കോഴിക്കോട് പാളയം കല്ലൂത്താൻകടവ് മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ സമവായ നീക്കങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി തള്ളി. നാളെ നടക്കാനിരിക്കുന്ന സർവകക്ഷി യോഗം ബഹിഷ്കരിക്കും. യോഗത്തിലേക്ക് തങ്ങളെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നും കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നു. മാർക്കറ്റ് മാറ്റുന്ന വിഷയത്തിൽ ഇനി ചർച്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് കോർഡിനേഷൻ കമ്മിറ്റി. എ.കെ. അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. എ.കെ. അഭിലാഷ്, ചർച്ചയ്ക്കില്ലെങ്കിൽ പിന്നെ ചർച്ചയ്ക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചോ ഇല്ലയോ എന്നതൊക്കെ അപ്രസക്തമല്ലേ? തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനമെടുത്തത്. പക്ഷേ അവിടെയാണ് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കല്ലുത്താൻ കടവിലേക്ക് മാറുന്ന കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പൈതൃക പട്ടണമായ അല്ലെങ്കിൽ പൈതൃക മാർക്കറ്റായ ഈ പാളയം മാർക്കറ്റ് അവിടെ തന്നെ നിലനിർത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണമെങ്കിൽ നടത്താം. അതോടൊപ്പം തന്നെ NIT നേരത്തെ അവിടെ ഒരു പരിശോധന നടത്തുകയും അവിടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ബലക്ഷയം അടക്കമുണ്ട് ആ കെട്ടിടത്തിന് എന്നടക്കമുള്ള റിപ്പോർട്ടായിരുന്നു തയ്യാറാക്കിയത്. പക്ഷേ ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഇപ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ട്. ഏതായാലും ഇപ്പോൾ കോർപ്പറേഷൻ ഈ മാർക്കറ്റ് മാറ്റാനുള്ള നീക്കം നടത്തുമ്പോൾ അതിനോട് യാതൊരു തരത്തിലും യോജിക്കേണ്ട എന്നൊരു നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത്. ഏതായാലും നാളെ നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഇവർ പങ്കെടുക്കാതിരിക്കുന്നതോട് കൂടി തന്നെ മാർക്കറ്റ് മാറ്റം എന്നുള്ളത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാകും പോവുക. ഇനി കോർപ്പറേഷൻ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, ബലം പ്രയോഗിക്കുന്ന അടക്കമുള്ള നിലപാടിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വ്യാപാരികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോർപ്പറേഷൻ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നാണ് ഇനി കാണേണ്ടത്. മാധു. എന്തായാലും പാളയം മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സമവായ നീക്കങ്ങൾക്കുമില്ല എന്നിപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. എ.കെ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.